സായിയും അഭിഷേക് ഇരുന്ന് സംസാരിക്കാണ്. പറയുന്നത് ജിൻഡോയെ കുറിച്ചാണ്. ഫിസിക്കൽ ടാസ്കുകളിൽ ജിൻഡോ അത്രയും മികച്ചതാണ്, അത്രയും നന്നായി ഗെയിം കളിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇന്നത്തോടു കൂടി ജിൻഡോയുടെ ആ പറച്ചിൽ തീർന്നു എന്നാണ് സായി പറയുന്നത്. ഇത്രയും നാളും ജിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജിൻഡോയെ തോൽപ്പിക്കാൻ വേറെ ആളില്ല, ജിൻഡോ മാത്രമേ ഇവിടെ ജയിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്തായാലും അത് അങ്ങ് തീർത്തു കൊടുത്തു എന്നാണ് സായിയും അഭിഷേകും പറയുന്നത്. ഇന്ന് ജിൻഡോയെ അഭിഷേക് ഇട്ട് പൂട്ട എന്ന് പറഞ്ഞ ഒരു 1.5 പൂട്ടലാണ് ഇട്ട് പൂട്ടിയത്. അനങ്ങാൻ പറ്റാതെ ജിൻഡോ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അഭിഷേക് പറയുന്നത്, ഞാൻ എന്റെ മുഴുവൻ ഫോഴ്സും എടുത്തിരുന്നില്ല, അത്രയും ശക്തിയിൽ ഞാൻ പിടിച്ചിരുന്നില്ല, എന്നിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ തന്നെ അർജുനും ചെയ്തത്. അപ്പോൾ ഇനി മേലാക്കം ജിൻഡോ പറയില്ല എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ലെവലിൽ ജിൻഡോ സംസാരിക്കില്ല. ജിൻഡോയെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലും ഇതോടുകൂടി തീർന്നു എന്നാണ് സായിയും പറയുന്നത്. ഒന്നോർക്കുമ്പോൾ ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ജിൻഡോയുടെ ഇന്നത്തെ ഗെയിം 2 ടീമിനെയും അവിടെ എങ്ങനെ മാക്സിമം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അവിടെ ജിൻഡോ നിന്നിരുന്നത്. അങ്ങനെ സ്വന്തം ടീമിനെ അവിടെ രക്ഷിക്കാനുള്ള ശ്രമവും ജിൻഡോ അവിടെ നടത്തിയിരുന്നു. അതാണ് അവിടെ ഉണ്ടായത്. അതിൽ ജിൻഡോ ഒരു വിധത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ 2 ടീമും ജിൻഡോയെ എടുത്തിട്ട് അലക്കി എന്നും പറയാം. അവിടെ അങ്ങനെ സംഭവിച്ചു. ജിൻഡോയ്ക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. പക്ഷേ ജിൻഡോനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, ജിൻഡോയുടെ അത്ര ശക്തി ആർക്കുമില്ല എന്നുള്ള ആ ഒരു പറച്ചിലിപ്പ് ഇനി ആരും പറയില്ല. അത് സത്യമാണ്. പക്ഷെ ജിൻഡോയുടെ ടീമാണ് ഈ കളിയിൽ ജയിച്ചത്. ജിൻഡോന്റെ ആ ഒരു ഗെയിം കാരണം മറ്റ് 2 ടീമുകളും തോറ്റു എന്നുള്ളത് ഒരു സത്യമാണ്.